ഹലോ, എൻ്റെ പേര് ജാനകി. ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈനറാണ്. എനിക്കൊരു ബ്രീഡുണ്ട്, ഷിക്സു. ഷിക്സു എന്ന് പറഞ്ഞാൽ നമ്മളിവനെ വിളിക്കുന്നത് ചീക്കു എന്നാണ്. എനിക്ക് ഞാൻ നയൻത്തിൽ പഠിക്കുമ്പോൾ ഒരു ഡോഗിനെ എൻ്റെ ബ്രദർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. അത് പൊമേറിയൻ ആയിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് ഞാൻ നോക്കുന്നുണ്ടല്ലോ. എനിക്ക് അവനൊരു 7 വയസ്സായപ്പോഴേക്കും മരിച്ചുപോയി. അപ്പോൾ എനിക്ക് കുറേ നാൾക്ക് ശേഷം ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഡോഗിനെ വേണം, ഒരു കുറച്ച് ചെറിയൊരു ഡോഗിനെ വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ആ ഒരു ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, ഇതുപോലെ ഷിക്സുവിനെ കൊടുക്കുന്നുണ്ട്, നിനക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് ഇതിനെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവനെ 64 ഡേയ്സിലാണ് നമുക്ക് ഇവനെ കിട്ടുന്നത്. പിന്നെ എടുത്തു. ഫസ്റ്റ് കൊണ്ടുവന്ന ആ സമയത്തൊക്കെ ഇവർ രാവിലെ എഴുന്നേറ്റ് ഉടനെ നമ്മൾ ഡോറിൽ വന്ന് തട്ടി വിളിക്കും. ഭയങ്കര സ്ക്രാച്ചിങ് ആയി വിളിച്ചിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ നമ്മൾ ബെഡിൽ കയറാനുള്ള ബെഡിലങ്ങനെ പൊതുവെ നമ്മൾ കയറ്റില്ല. അപ്പോൾ ബെഡിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കും. വന്ന് എന്നെ വിളിച്ച്, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എന്നെ വിളിച്ച് എടുത്ത് എങ്ങനെയെങ്കിലും താഴത്ത് ഇറക്കിക്കണം. അങ്ങനെ ഇറക്കി കൊണ്ടുപോകും. പിന്നെ നമ്മളിവന് പോട്ടി ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഫ്ലാറ്റ് ആയതുകൊണ്ട് ബാൽക്കണിയുടെ ആ സൈഡിൽ പോയി എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് വരും. ഫുഡ് 3 നേരം 4 നേരം ഫുഡ് ഇപ്പോൾ 9 മാസമായി. ആ ഒരു 6 മന്ത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കൊടുക്കണം. ഒരു 4 നേരമൊക്കെ ഫുഡ് കൊടുക്കണം, എന്നാലേ ഇതാവുള്ളൂ. പിന്നെ റോയൽ കാനൻ അങ്ങനത്തെ ഫുഡുകൾ, പപ്പീസിൻ്റെ ഫുഡ് തന്നെ. കുറച്ച് വലുതായി കഴിയുമ്പോൾ ഈ പൊട്ടറ്റോ, ക്യാരറ്റ്, പിന്നെ പംകിൻ അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കൊടുക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അത് കൊടുക്കാൻ. ഇവർക്ക് ഭയങ്കര ഡിപ്രഷനാണ്. ഡിപ്രഷൻ നമ്മൾ 2-3 ദിവസമൊക്കെ കണ്ടില്ലെങ്കിൽ കരയും, ഒരു സൈഡിൽ പോയി ഇങ്ങനെ ആക്റ്റീവായില്ലാതെ കിടക്കും. ഇപ്പം ഈ എല്ലാ ഷിക്സും ഭയങ്കര ആക്റ്റീവായിരിക്കില്ല, ഇവൻ പക്ഷെ ഭയങ്കര ആക്റ്റീവാണ്. ഓടിച്ചാടി ഭയങ്കര കളിയും ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ 2 ദിവസം ഷൂട്ടിന് പോയിട്ട് വന്ന് ഡോറിൽ അവിടെ എത്തുമ്പോൾ തന്നെ അറിയാൻ പറ്റും സ്മെല്ല് ഇതായിട്ട് ഭയങ്കര തുള്ളിച്ചാട്ടമായിരിക്കും. പിന്നെ മേത്ത് ചാടൽ ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും. പിന്നെ അത് ഇപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് കുളിക്കാൻ പോവുകയാണെങ്കിൽ പോലും ബാത്റൂമിൻ്റെ അറ്റത്ത് വന്ന് കിടക്കും. അത്ര സമയം അവിടെ തന്നെ ഇറങ്ങി വരുന്നവരെ അവിടെ കിടക്കും. അതുപോലെ തന്നെ എന്ത് കാര്യം, കിച്ചണിൽ പോവുകയാണെങ്കിൽ കിച്ചണിൽ വരും. കിച്ചണകത്ത് കയറുമെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ പറഞ്ഞാൽ അവിടെ ഇരിക്കും. ഞാൻ കുക്ക് ചെയ്ത് കഴിയുന്നവരെ അവിടെ നിന്ന് തന്നെ നോക്കിയിട്ട് പിന്നെ നമ്മൾ എവിടെ നടക്കണം നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കും. എനിക്ക് ഭയങ്കര ഷിക്സുവിന് ഇഷ്ടമായത് ലക്ഷ്മി നക്ഷത്രയുടെ കയ്യിൽ പാപ്പും പൂപ്പിയുണ്ട്. അപ്പം ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ എപ്പോഴും ചിന്നുവിൻ്റെ അടുത്ത് ചോദിക്കും, എനിക്ക് ഒരു ദിവസം കാണിക്കാൻ കൊണ്ടുവരാമെന്ന് ചോദിക്കും. അപ്പം അത് കണ്ടിട്ടാണ് കേട്ടോ കൂടുതലും ഷിക്സുവിനെ ഭയങ്കര ഇഷ്ടം. അവരുടെ ആ യൂട്യൂബിലിടുന്ന വീഡിയോ അല്ലാതെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ കണ്ടിട്ടാണ് ഷിക്സുവിനെ തന്നെ വേണമെന്ന് തോന്നിയത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഉപന്യ എന്ന് പറഞ്ഞ്, അവരുടെ വീട്ടിലും 2 ഉണ്ട്. അവരും ഇങ്ങനെ എല്ലാവരും ഷിക്സുവിനെ എടുക്കുന്ന കാണുമ്പോൾ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷനിൽ കിട്ടാൻ വേണ്ടിയിട്ട് അതും പണിയാണ് കുറച്ച് കിട്ടാനായിട്ട്. നമുക്ക് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇവരോടുള്ള കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യില്ലേ. ഇപ്പം നമുക്കുള്ള ചെറിയ ഒരു ഡിപ്രഷനൊക്കെ പെറ്റ്സ് ഉണ്ടെങ്കിൽ പോകുന്നതാണ്. ഷിക്സു അങ്ങനെ തന്നെ. ഷിക്സുവിന് മറ്റു ബ്രീഡിനേക്കാളും കുറച്ചും കൂടി സ്നേഹം കൂടുതലാണ്, അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. നമ്മളിപ്പോൾ ഇതാക്കിയൊന്നുമില്ല. ഇപ്പോൾ ഒരാൾ വന്നാൽ ഇവർക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് റിലാക്സ് ആവും. ഇവന് ആ ചെറുതിലെ തൊട്ട് കിട്ടിയ സമയം തൊട്ട് കാറിലൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ടാറ്റ പോകാമെന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ വേഗം റെഡിയായി ഇവൻ്റെ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ എടുത്ത് സെറ്റാക്കി വെച്ച് നമ്മളൊരുമിച്ച് പോകും. കാറിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ വിൻഡോയിൽ ഇങ്ങനെ കയറി നിന്ന് കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അതുപോലെ സ്കൂട്ടറിൽ പോകുന്നതും ഭയങ്കര ഇഷ്ടമാണ്. ടാറ്റ പോകാമെന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി, ഓടി വരും. ചേക്കു ടാറ്റ പോവാം. ഒരു ദിവസം ഇവനെ കാണാണ്ട് പോയി. ഞാൻ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത്, ഈ 11th ഫ്ലോറിലാണ്. അപ്പോൾ ഇവൻ ഡോർ ഓപ്പൺ ചെയ്തിട്ട് സ്റ്റെയർ കയറി 15th ഫ്ലോർ വരെ കയറിയിട്ടേ ഇല്ല, പോയിട്ടേ ഇല്ല. നമ്മൾ എത്ര വിളിച്ചിട്ട് ഞാൻ കേൾക്കുന്നില്ല.
അത് കാണാണ്ടായി എനിക്ക് ഭയങ്കര സങ്കടമായും കരച്ചിലേക്ക്. അതിന് നമ്മൾ കുറേ സമയം ചീക്കു പിന്നെ എവിടുന്ന് കുഞ്ഞു ശബ്ദം കേൾക്കും, കുറയ്ക്കുന്ന ശബ്ദമല്ലേ, നമ്മൾ വിളിക്കുന്ന അവൻ കേൾക്കുന്നുണ്ട്, നമുക്ക് ഇവൻ്റെ ശബ്ദം കേൾക്കാം. എന്നോട് വന്ന് എൻ്റെ മേത്തൊക്കെ കയറി ഫുള്ള് കരച്ചിൽ. ഇത് കരയും കേട്ടാ, നല്ല കരഞ്ഞ് മുഖവും കാലും ഒക്കെ നനഞ്ഞിരിക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര എല്ലാവരെ പോലെ, നമ്മളെ വീട്ടിലെല്ലാവരെ പോലെ തന്നെ നമുക്ക് തോന്നും, ഭയങ്കര ഇഷ്ടമാണ് അത്. ഇതിനെ ഒന്ന് വളർത്തി കഴിഞ്ഞാൽ എല്ലാവർക്കും, പെറ്റ്സിനോട് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഒരു പ്രാവശ്യം വളർത്തി കഴിഞ്ഞാൽ അതങ്ങനെ. പിന്നെ ഇവിടെ മെയിൻ്റെനൻസ് നോക്കണം, നമ്മൾ നന്നായി വാഷ് ചെയ്യണം, നെയിൽ കട്ടിങ്, ഹൈജീൻ കട്ട്, ഹെയർ കട്ട് ഒക്കെ ചെയ്യണം, ഡെയിലി കോംബ് ചെയ്യണം, ഡെയിലി 2 times കോംബ് ചെയ്യണം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് പപ്പി കട്ടിങ് ചെയ്തിട്ടിരിക്കുക, ഇവന് നല്ല ഹെയർ ഉണ്ട്, നല്ല ഹെയർ വരും. പക്ഷേ അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി. നമ്മൾ ഈ ഷൂട്ടിനൊക്കെ പോകുന്നതുകൊണ്ട് കട്ട് ചെയ്ത് നല്ല ഇത്തിരി ഇതായിട്ട് നിർത്തണം. ഇതിപ്പോൾ മെയിലാണ്, അപ്പോൾ ഒരു ഫീമെയിലിനെയും കൂടി വേണമെന്നുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുന്നവരെ നല്ലൊരു ഫീമെയിലിനെ കിട്ടാനായിട്ട്. ഇപ്പോൾ ഇവനൊരു 9 months ആയല്ലോ, ഒരു 10 ഇതാകുമ്പോഴേക്കും നമ്മളൊന്നും നോക്കുന്നുണ്ട്.